പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, അനാമിക അങ്ങനെ അവൻ്റെ സ്വത്താണോ ഉന്നം വയ്ക്കുന്നത് എന്നുള്ള സംശയം ഉണ്ടെന്ന്. അപ്പോൾ നന്ദു ചോദിക്കുകയാണ് അനിയനോട്, അനാമികയും സ്വത്തൊക്കെ ഉള്ള കൂട്ടത്തിലല്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്, അവളുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ ഒന്നാന്തരം നല്ല ഫ്രോഡുകളാണ് എന്ന് പറയാനായിട്ട്. അപ്പോൾ നന്ദു ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെ അവളുടെ വീട്ടിൽ കയറി അച്ഛനെയും അമ്മേനെയൊക്കെ തല്ലിയതാണല്ലോ. അപ്പോൾ നന്ദുവിനും അന്ന് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന് പറയാണ്. ഞാൻ ചെയ്യേണ്ടതാണ് അന്ന് നന്ദു ചെയ്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നന്ദു പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിപ്പോൾ അനിയാണെങ്കിലും നന്ദുവിന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് കനയ്ക്കൊക്കെ സംശയമാവും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് മോതിരം വാങ്ങിച്ചു തന്നപ്പോഴും ഇങ്ങനെ അച്ഛനും അമ്മയ്ക്കും നല്ല സംശയമായിട്ടുണ്ടായിരുന്നു, അത് അനിയാണോ വാങ്ങിച്ചതെന്നുള്ളത്. പിന്നെ ഫ്രണ്ട്സാണ് വാങ്ങിച്ചു തന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് അത്രയ്ക്ക് അങ്ങ് വിശ്വാസമൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് കൊണ്ടുപോയാലും അവർ വീണ്ടും സംശയിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞിട്ട് അവരോട് സംസാരിപ്പിച്ചോളാം, അച്ഛനും അമ്മയ്ക്ക് സംശയം തോന്നുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ബുദ്ധിയില്ലാത്ത ആളുകളൊന്നല്ല എൻ്റെ അച്ഛനും അമ്മയും, അവർക്ക് അതൊക്കെ മനസ്സിലാവും എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് അനിയാണെങ്കിൽ നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നീ ഈ ഡ്രസ്സ് വേണം ഇടാനെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതെന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നീ എന്നെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ, അങ്ങനെ മറന്നു പോകുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്, നൈനേട്ടത്തി പറഞ്ഞതൊക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. അനാമിക എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അന്ന് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ നിന്നെ എനിക്ക് വേണം, ഇനി ഞാൻ ബുദ്ധിമോശം കാണിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എന്തായാലും നന്ദു പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും പറയാനില്ല, എന്തായാലും നമ്മൾ നാളെ കാണുമല്ലോ, പോവാണെന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നന്ദു ആണെങ്കിലും മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചേച്ചി പറഞ്ഞതെല്ലാം മനസ്സിൽ കിടക്കുകയാണ്, പക്ഷേ അനീനെ പിണക്കാനും പറ്റുന്നില്ല, അനീനെ പിണക്കിയിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയും കൂടെ ഉണ്ട്, വല്ലാത്തൊരു ഇതാണല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നിട്ട് ഇങ്ങനെ ആകെ ടെൻഷൻ ആവുന്നുണ്ടായിരുന്നേ. പിന്നീട് ദേവയാനിയാണെങ്കിൽ അടുക്കളയിൽ ഭയങ്കര പാചകത്തിലാണ്. അപ്പം നൈന അവിടേക്ക് വരുന്നുണ്ടായിരുന്നു, ഞാനും കൂടെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അതൊന്നും വേണ്ട, നന്ദുമോക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാൻ അതെല്ലാം ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന എന്താ ഇഷ്ടാവില്ലേ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുന്ന സമയത്ത്, അത് എന്ത് ചോദ്യം അമ്മ എന്തുണ്ടാക്കി കൊടുത്താലും അവൾ കഴിക്കുമെന്ന് പറയാണ്. അപ്പോൾ നന്ദുവിന് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ ഞാനും കൂടി സഹായിച്ചുകൊണ്ട് എന്താ അമ്മയെ കുഴപ്പം, അമ്മ ഞങ്ങൾക്കും കൂടി ജോലിയൊക്കെ പകുത്ത് തരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ടാന്നാണ് കേട്ടോ ദേവയാനി പറയുന്നത്. നീയും ആദർശമൊക്കെ കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് അവിടേക്ക് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദർശ് ചോദിക്കും, രണ്ടുപേരും കൂടെ ഒരുമിച്ച് അടുക്കളയിൽ കയറിയോ എന്ന് ചോദിക്കും. അപ്പോൾ ദേവയാനി എന്നത്തെയും പോലെ തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോ പറയുന്നത്, ഇന്ന് ഇവളുടെ അനിയത്തി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഇവള് വീട് വിട്ട് പോയാലോ എന്ന് ആ സ്ഥിരം ഡയലോഗ് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നന്ദുവിനെ വിളിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ നൈനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവൾ ക്യാമ്പിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ദിവസത്തെ ഭക്ഷണം അങ്ങനെ വിളിച്ചു കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് ആ സമയത്ത് ഇങ്ങനെ നൈനിയോട് പറയുന്നുണ്ടായിരുന്നു, അതിനെന്താ നന്ദുവിനെ എന്ന് വേണമെങ്കിൽ ഇവിടെ വിളിച്ച് ഭക്ഷണം കൊടുത്തു, അതിനൊന്നും ഒരു കുഴപ്പമില്ല, പിന്നെ ഞാൻ അനാമികയുടെ കാര്യം ഇങ്ങനെ ഓർത്തുകൊണ്ട് മാത്രമാണ് അത് പറയാത്തതെന്ന് പറയുമ്പോൾ ദേവയാനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അനീനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം, നീ ഇങ്ങനെ പറയുന്നതാണല്ലോ അവൻ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ അനുസരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ടായിരുന്നു, അനിയും നന്ദും ഇഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ട് അനാമികയുടെ കല്യാണ ദിവസമാണ് തലേ ദിവസമാണ് ഞാനിത് അറിഞ്ഞത്, അന്ന് ഞാനത് മുടക്കാൻ നോക്കിയതാണ്, പക്ഷേ ഇവളുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വാശി പിടിച്ചു, അതുകൊണ്ടാണ് അത് നടക്കാതെ പോയത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അവനെ ഉപദേശിച്ചിട്ട് അവൻ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. പിന്നീട് നൈന പറയുന്നുണ്ടായിരുന്നു, അമ്മ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ നന്ദുവിനോട് ഇതായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ അനി അവളിലേക്ക് ഇങ്ങനെ അടുത്താലും അവൾ ഒഴിഞ്ഞു മാറി പോയിക്കോളും എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് നന്ദു ആണെങ്കിലും അനന്തപുരിയിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനക അവിടേക്ക് വന്നിട്ട്, ആഹാ ഇത് നല്ല ഡ്രസ്സാണല്ലോ, ഇത് നീ എപ്പോൾ എടുത്തു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞില്ലേ ഇതിൻ്റെ ഫ്രണ്ട്സ് വാങ്ങിച്ചു തന്നാണ് എന്നൊക്കെ പറയുമ്പോൾ കനയ്ക്കാണെങ്കിലും ആകെ സംശയമാണ് കേട്ടോ, നന്ദൂട്ട നീ കള്ളം പറയുന്നുണ്ടോ, ഇതൊക്കെ അനി വാങ്ങിച്ചു തന്നാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, അന്നൊരു ദിവസം മോതിരമായിട്ട് വന്നു, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അനിയുടെ സംഭാവനയാണോ ഇത് എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ, അത് ഇങ്ങനെ അമ്മ അങ്ങനെയൊക്കെ എന്തിനാ വെറുതെ ചിന്തിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പം നിനക്കും ഇങ്ങനെ നൈനമോളെ പോലെ കള്ളം പറയാനൊന്നും അറിയില്ല, കള്ളം പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, അമ്മ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എന്ന് പറയാണ്. ഇനിയിപ്പോൾ നീ ക്യാമ്പിലേക്ക് പോയാൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്കറിയില്ല, ഇനിയിപ്പോൾ ഇടയ്ക്ക് അനി അവിടേക്ക് കാണാൻ വന്നാലോ എന്നൊക്കെ പറയുമ്പോൾ ക്യാമ്പിലേക്ക് അങ്ങനെ ആരെയും കാണാനൊന്നും വരാൻ പറ്റില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കുള്ള ഒഴിവ് ദിവസമൊക്കെ കാണുമല്ലോ പുറത്ത് കറങ്ങാൻ പറ്റുന്നത്, അപ്പോൾ ഇവിടുന്ന് അനി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും അത് അറിയാൻ പോകുന്നില്ല, അനിക്കാണെങ്കിൽ അങ്ങോട്ട് വരികയും ചെയ്യാം, അവിടെ ഇങ്ങനെ എല്ലാ സ്ഥലത്തും മൂർത്തിസ് ജ്വല്ലറി ഉള്ളതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ കാട് കയറിയൊന്നും ചിന്തിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ.
പിന്നീട് കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നീ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അനിയുമായിട്ട് ബന്ധം കൂടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വിഷമാവുന്നത് നിന്റെ നയനേച്ചിക്ക് തന്നെ ആയിരിക്കും എന്ന് പറയാണ്. പിന്നീട് നന്ദുവിനെ അനന്തപുരിയിലേക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത് അവർക്കൊരു സംശയം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നന്ദുവിനും ഉണ്ട്, അനിയും അതുപോലെ തന്നെ നന്ദുവും കാണുന്നത് ഇഷ്ടമല്ലല്ലോ നയനയ്ക്കൊന്നും. എന്നിട്ടും അങ്ങോട്ട് വിളിച്ചത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ജലജേനെ തല്ലാനാണോ നിന്നെ വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അനാമിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവളെ അടിക്കാനാണോന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും കാര്യം കാണും, അല്ലെങ്കിൽ ഇങ്ങനെ അമ്മയെക്കാളും ഇങ്ങനെ ഇഷ്ടമല്ല ഞാൻ അനിയുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും ഒന്നും നയനേച്ചിക്ക് എന്തോ ഇതുണ്ട്, അതുകൊണ്ടാണ് ചേച്ചി അങ്ങോട്ട് നിർബന്ധമായിട്ടും ചെല്ലണം എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല അങ്ങനെ നവ്യയും അങ്ങോട്ട് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദുവിനോട്. എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ ഇനിയിപ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും വന്നിട്ട് അവിടെ എന്നോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പോലീസ് മുറ അങ്ങ് എടുക്കുമെന്ന് പറയുമ്പോൾ നന്ദൂട്ട് അതൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ ഇങ്ങനെ കനക പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് നന്ദു ആണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോവാണ്. നന്ദു അനന്തപുരിയിൽ എത്തുന്ന സമയത്ത് അനിയാണെങ്കിലും മുകളിലെ ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദു ഇങ്ങനെ സ്കൂട്ടിയൊക്കെ നിർത്തിയിട്ട് അവിടെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നന്ദു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദു തിരിച്ചും നോക്കിയിട്ട് കൈ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അങ്ങ് അകത്തേക്ക് പോവാണ്. അപ്പോൾ അനിയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനാമിക അത് കാണുന്നുണ്ടായിരുന്നേ. അനാമിക അങ്ങനെ അനി അങ്ങ് തിരിയുന്ന സമയത്ത് നിനക്കിപ്പോൾ സന്തോഷമായോ എന്ന് ചോദിക്കും. അതിനിപ്പോൾ ഇവിടെ ദുഃഖിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അനാമികയാണെങ്കിലും അനിയനോട് പറയുകയാണ്, എന്തായാലും അങ്ങനെ ദുഃഖിക്കാൻ വകയുണ്ടായിട്ടില്ലെങ്കിലും സന്തോഷിക്കാനുള്ള വകയുണ്ടായല്ലോ എന്ന് പറയും കേട്ടോ. അപ്പം നീ നിന്റെ പാട് നോക്കി പോറിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ അനാമികയാണെങ്കിലും ആകെ സങ്കടത്തിലും ദേഷ്യത്തിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് നയനിയാണെങ്കിലും നന്ദുവിനെ അങ്ങ് സ്വീകരിക്കുന്നുണ്ടായിരുന്നു. നീ വന്നോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഉള്ള സ്നേഹപ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ദേവയാനിയും ചിരിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദുവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ആദർശ് അവിടേക്ക് വരുന്നത്. പെട്ടെന്ന് ദേവയാനിയുടെ ചിരിയൊക്കെ മായുന്നു, നല്ല ഗൗരവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ആദർശാണെങ്കിലും വന്ന് നന്ദുവിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ വന്നോന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നന്ദു ഇങ്ങനെ വീട് വിട്ട് നിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ഇതുവരെ ഒരു ദിവസം പോലും മാറി നിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാകുമ്പോൾ മോൾക്ക് ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വലിയ വിഷമാവുമല്ലോ മറ്റുള്ളവരെ കാണാതിരിക്കുന്നതും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ അതിന് പറയുന്നുണ്ടായിരുന്നു, ഇവള് ഫിറ്റ്നസ്സൊക്കെ ഓക്കെയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആദർശ് പറയും, ഞാൻ ഫിറ്റ്നസ്സിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഇങ്ങനെ മറ്റുള്ളവരെ പിരിഞ്ഞിരിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ നന്ദും പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഇങ്ങനെ പോകാനെടുത്തപ്പോൾ പോവേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് പറയും, എന്നാൽ പിന്നെ നീ പോകണ്ട, നീ പോകുന്നത് അല്ലെങ്കിലും അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല നീ ഇങ്ങനെ പോലീസ് യൂണിഫോം ഇടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുവേ. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും ആഗ്രഹിച്ച ജോലി ഞാൻ വേണ്ടാന്നൊന്നും വെക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനിയാണെങ്കിലും നന്ദുവിനോട് കുടിക്കാൻ എന്താ എടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിനക്ക് എന്താ കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നയന പറയും, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്തും കൊടുത്തോ അവൾ കുടിക്കുമെന്ന് പറയാണ്. അപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ, ഞാൻ ഇവളോടല്ലേ ചോദിച്ചതെന്ന് പറയും കേട്ടോ. അപ്പോൾ അതുതന്നെയാണ് നന്ദും പറയുന്നത്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്നാൽ ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അന്ന് പറയുന്നുണ്ടായിരുന്നു നന്ദു. പിന്നീട് ദേവയാനി അത് എടുക്കാൻ അങ്ങ് പോവാണ്. അതിനുശേഷം ഞാൻ അതിന് പറയുന്നുണ്ടായിരുന്നു, മോൾ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തോറ്റുപോയേനെ. അതുപോലെയാണ് ഇങ്ങനെ നമ്മുടെ അച്ഛനെയും അമ്മേനെയും അനാമിക ഇങ്ങനെ താറടിച്ച് കാണിച്ചത് എന്ന് പറയൂട്ടോ. അതൊന്നും ഒരു ഇങ്ങനെ മക്കൾക്കും ഇങ്ങനെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ആദർശേട്ടാ എന്ന് പറയുന്നുണ്ടായിരുന്നു ആദർശിനോടാണെങ്കിലും. പിന്നീട് ആദർശ് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ക്യാമ്പിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനതെല്ലാം വാങ്ങി വെച്ചിട്ട് അങ്ങോട്ട് എത്തിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോൾ അതൊന്നും വേണ്ട ആദർശേട്ടാ, ഞാനെല്ലാം ഒരുക്കി വെച്ചിരുന്നതാണല്ലോ, അതിൻ്റെ ഇടയ്ക്കല്ലേ ചിക്കൻ ബോക്സും അതുപോലെ കേസൊക്കെ വന്നത് എന്ന് പറയൂ കേട്ടോ. പിന്നീട് നയനിയാണെങ്കിലും നന്ദുവിനെ വിളിച്ച് അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നത് ജാനകിനെയും ജലജേനെയും അനാമികേനെയും തന്നെയാണ്. അവിടെ നന്ദു വരുന്നത് തന്നെയാണ് കേട്ടോ ഭയങ്കര ചർച്ചയായിട്ട് നടക്കുന്നത്. ഏട്ടത്തിക്ക് എന്താ പറഞ്ഞൂടെ, ഇങ്ങനെ അവളുടെ അനിയത്തിനെ ഇങ്ങോട്ട് വിളിക്കേണ്ട എന്നുള്ളതൊക്കെ തറപ്പിച്ച് അങ്ങ് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെ പറയും, ഇനിയിപ്പോൾ അവളുടെ അനിയത്തിനെ ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ അവൾ പിണങ്ങി പോയാലോ എന്നുള്ള പേടിയായിരിക്കും ഏട്ടത്തി. ഇനിയിപ്പോൾ ഏട്ടത്തിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ അനാമികേനോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മോളിങ്ങനെ മുത്തശ്ശീനോടൊക്കെ തറപ്പിച്ച് കാര്യം പറയണം, അനാമികയും തമ്മിൽ കാണരുത് എന്നുള്ള, ഇങ്ങോട്ട് അവരെ വിളിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തറപ്പിച്ച് അങ്ങ് പറയണം, മോൾക്ക് അതിനുള്ള അവകാശം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അനാമികയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് എന്തായാലും അവൾ വന്നിട്ടുണ്ടല്ലോ, അവൾ അവിടെ വന്നിട്ടുണ്ട്, നമുക്ക് താഴേക്ക് പോകാമെന്ന് അനാമിക പറയുന്ന സമയത്ത് നമ്മൾ എന്തിനാ അങ്ങോട്ട് പോകുന്നത്, അവൾ വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വെട്ടി വെടിഞ്ഞിട്ട് പോട്ടെ, നമ്മൾ അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ വല്യമ്മയ്ക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജാനകിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇതിൽ പാർക്ക് എന്ത് തോന്നിയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങോട്ട്
പോവേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അനാമികയ്ക്ക് താഴെ പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അനാമിക പറയുന്നുണ്ടായിരുന്നു നമ്മളിങ്ങനെ അവൾ വരുന്ന സമയത്ത് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണെന്ന് അവൾ വിചാരിക്കും, അങ്ങനെ മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു മോളല്ലേ പറഞ്ഞത് മോളുടെ അച്ഛനെയും അമ്മേനെയൊക്കെ വീട്ടിൽ കയറി തല്ലിയത് അവളാണെന്നുള്ളത്, പിന്നെ അവളുടെ മുന്നിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ അവളിങ്ങനെ പോലീസ് യൂണിഫോം ഒക്കെ ഇടാൻ പോവുകയല്ലേ, അതുകൊണ്ട് നമ്മൾ പേടിച്ച് ഭയന്നിരിക്കുകയാണെന്നൊക്കെ അവൾ വിചാരിക്കും, അതുകൊണ്ട് ഞാൻ എന്തായാലും അവളുടെ മുന്നിൽ പോയി തന്നെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ അനാമിക കുറച്ചങ്ങ് നടന്നിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ സത്യം എല്ലാവരും അറിയുന്നവരെ ഇങ്ങനെ അഭിനയിച്ചല്ലേ പറ്റുള്ളൂ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ അവിടുന്ന് പോകുന്നത്. പിന്നീട് അവർ അനാമിക അങ്ങ് പോയി കഴിയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ജാനകിനോട് നിന്റെ മരുമകൾ ആകെ വശം കെട്ട് പോയല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ജാനകി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അതിനെല്ലാം കാരണം നയനയാണ്, അവൾക്ക് എല്ലാവരെയും വിഴുങ്ങാനുള്ള ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ടാണ് അവൾ പറയുന്നത് എല്ലാം അനുസരിച്ച് ഇപ്പോൾ ഇവിടെ മറ്റുള്ളവർ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. നയനെ അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ദേവയാനിയും അനിയും ആദർശും നയനിയും നന്ദു എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിനെ ആണെങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അനി നോക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നോക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ അനിയും തിരിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് ചോദിക്കും അനാമിക എവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അനാമിക എവിടേക്ക് വരുമ്പോൾ അതാ മോള് വന്നല്ലോ എന്ന് പറയും. അപ്പോൾ അനാമികയാണെങ്കിലും വന്ന് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നയനിയാണെങ്കിലും നന്ദുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവയാനി അനാമികനോട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കല്ലേ എന്ന് ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം ദേവയാനിക്ക് വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദുവിനും അങ്ങ് വിളമ്പി കൊടുക്കാനായിട്ട് നയനെ കണ്ണുകൊണ്ട് കാണിച്ചല്ലോ, അതുകൊണ്ട് തന്നെ നന്ദുവിനും വിളമ്പി കൊടുക്കണം. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇന്ന് നന്ദു ഇവിടുത്തെ അതിഥിയല്ലേ, അതുകൊണ്ട് ഞാൻ ഇവളോട് എപ്പോഴും ദേഷ്യമായിട്ടല്ലേ പെരുമാറാറുള്ളത്, ഇന്ന് ഇതോടുകൂടി അങ്ങ് ഇതൊക്കെ അങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ നന്ദു വേണ്ട ഞാൻ വിളമ്പിക്കോളാം എന്നൊക്കെ പറയുമ്പോഴും അതിനെങ്ങനെ തറപ്പിച്ച് അങ്ങനെ അനാമികനെ നോക്കുമ്പോൾ ഞാൻ വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നീട് അനിയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവയാനി ഇങ്ങനെ അനാമിക വിളമ്പി കൊടുക്കാന്ന് പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇവൾക്ക് ഇവളുടെ ചേച്ചി വിളമ്പി കൊടുത്തോളൂല്ലോ, മോളിങ്ങനെ അനിയുടെ അടുത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കല്ലേ വേണ്ടത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അനാമികയാണെങ്കിലും നന്ദുവിനോടുള്ള ദേഷ്യം മാറ്റി വിളമ്പി കൊടുക്കാന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു അത് നല്ല കാര്യം തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. പിന്നീട് നന്ദുവിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തിട്ട് അനിയുടെ അടുത്ത് ചെന്നിരിക്കുന്നുണ്ടായിരുന്നു അനാമിക. അപ്പോൾ നയനിയാണെങ്കിലും അനാമികയുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കുകയാണ് കേട്ടോ. അനിയാണെങ്കിലും നന്ദുവിനെയാണ് നോക്കുന്നത്, നന്ദു തിരിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അനാമികയ്ക്ക് ഇതൊക്കെ കാണുമ്പോൾ ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു ട്രെയിനിങ് കഴിഞ്ഞ് അടുത്ത എവിടെയെങ്കിലും പോസ്റ്റിംഗ് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, മുത്തശ്ശൻ ഇങ്ങനെ DGP ഉൾപ്പെടെ പലരുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു എനിക്ക് റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട ആദർശമായിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മറുപടി തന്നെയാണ് പ്രതീക്ഷിച്ചത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്നാലും നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ നന്ദു ഇങ്ങനെ പോലീസ് ഓഫീസർ ആവുന്നതിൽ, അതുകൊണ്ട് ദൂരേക്കൊന്നും പോകണ്ട, അടുത്ത് എവിടെയെങ്കിലും കിട്ടിയാൽ നല്ലതല്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ദേവയാനി ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇവളുടെ സ്വഭാവം വെച്ച് ഡിപ്പാർട്ട്മെന്റ് ഇവളെ ഇടയ്ക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഒന്നും ഉണ്ടാക്കല്ലേ മോളെ എന്ന് ഇങ്ങനെ നന്ദുവിനോട് നയനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിനക്ക് പോലീസ് യൂണിഫോം ഉടനെ അയച്ചു വെക്കേണ്ടി വരും എന്ന് പറയാണ്. പിന്നീട് അനി പറയുന്നുണ്ടായിരുന്നു ഇപ്പൊ കഞ്ചാവും മയക്കുമരുന്നൊക്കെ കടത്തുന്ന സമയമാണ്, അതൊക്കെ പിടിച്ചെടുത്താൽ വലിയ വലിയ തമ്പുരാക്കന്മാരായിരിക്കും ഇങ്ങനെ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുമ്പോൾ അനാമികയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവൾ എവിടെയെങ്കിലും വലിയ പ്രശ്നമുള്ള സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇവൾ ആരെങ്കിലും ഒക്കെ തല്ലി കൊന്നാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അനിയാണെങ്കിലും അങ്ങനെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു, ആ സമയത്ത് നന്ദു അനിയനോട് പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അനി, അതുകൊണ്ട് അവിടെ തമ്പുരാക്കന്മാരെ ഒന്നും നോക്കേണ്ട കാര്യമില്ലാന്ന്. അപ്പം അനാമിക മനസ്സിലോർക്കുന്നത് ഇങ്ങനെ എന്നാൽ പിന്നെ നിനക്ക് ഉടനെ ആവിയായി പോവേണ്ടി വരും എന്നാണ് കേട്ടോ. പിന്നീട് അനി നന്ദും പരസ്പരം നോക്കുന്നതെല്ലാം ദേവയാനി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ അനാമികയും നോക്കുന്നുണ്ട് കേട്ടോ. അനാമികയ്ക്ക് ആണെങ്കിലും അത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേഷ്യത്തോട് ഇങ്ങനെ നോക്കുന്ന ഇഷ്ടമില്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അനാമികേനെയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.